ഷവോമിയുടെ ഷവോമി 15 Pro 5G എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഇത് ഫ്ലാഗ്ഷിപ്പ് ലെവലിൽ വരുന്ന സ്മാർട്ട് ഫോൺ ആയിരിക്കും. ഈ ഒരു ഫോണിന്റെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള പല കാര്യങ്ങളും ഇപ്പം അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ വിലയെ പറ്റിയിട്ടുള്ള ചില ന്യൂസുകളും ഇപ്പം പുറത്തു വന്നിട്ടുണ്ട്. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഷവോമി 15 Pro 5G എന്ന ഫോണിൽ എന്തൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ ഈ ഒരു ഫോണിൽ 6.73 ഇഞ്ചിന്റെ 2K റെസൊല്യൂഷന് വരുന്ന ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വന്നേക്കാം. അപ്പം വളരെ കൂടിയ റെസൊല്യൂഷനും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. പിന്നെ OLED പാനലുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. LTPO എന്നുള്ള ഫീച്ചറും ഇതിൽ സപ്പോർട്ട് ചെയ്തേക്കാം. അതായത് റിഫ്രഷ് റേറ്റ് 1 ഹെർട്സിന്റെയും 120 ഹെർട്സിന്റെയും ഇടയിലായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. ഇതിൽ മാക്സിമം 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ആയിരിക്കും സപ്പോർട്ട് ചെയ്യുക. പിന്നെ പഞ്ചോൾ ഡിസൈനും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. പഞ്ചോൾ വരിക ടോപ്പ് സെന്റർ ഭാഗത്തായിട്ടായിരിക്കും. പിന്നെ ഇതിൽ ഹൈ ബ്രൈറ്റ്നസ് മോഡിൽ ബ്രൈറ്റ്നസ് വരിക 1400 നിറ്റ്സ് ആയിരിക്കും. അപ്പം ഈ ഒരു ഫോണിൽ അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വന്നേക്കാം. വളരെ കൂടിയ റെസൊല്യൂഷനും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ ഈ ഫോണിൽ വരുന്നതായിരിക്കും. ഇതിൽ IP69 റേറ്റിംഗ് സപ്പോർട്ട് ചെയ്തേക്കാം. അപ്പം ഈ ഫോൺ വാട്ടർ റെസിസ്റ്റന്റും അതുപോലെ തന്നെ ഡസ്റ്റ് റെസിസ്റ്റന്റും ആയിരിക്കും. അപ്പം അത്യാവശ്യം നല്ലൊരു IP റേറ്റിംഗ് ഇതിൽ വന്നേക്കാം. ഇനി പ്രോസസറിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ സ്നാപ്ഡ്രാഗൺ 8 Gen 4 എന്ന പ്രോസസറുമായിട്ടായിരിക്കും ഈ ഒരു ഫോൺ വരിക. ഇത് ഇതുവരെ അനൗൺസ് ചെയ്യാത്ത ഒരു പ്രോസസറാണ്. ഇപ്പോൾ സ്നാപ്ഡ്രാഗൺ 8 Gen 3 എന്ന പ്രോസസറാണ് ഫ്ലാഗ്ഷിപ്പ് പ്രോസസർ. അതിന്റെ സക്സസറായിട്ട് വരാൻ പോകുന്ന പ്രോസസറാണ് ഈ ഒരു സ്നാപ്ഡ്രാഗൺ 8 Gen 4 എന്ന പ്രോസസർ. മിക്കവാറും ഈ ഒരു പ്രോസസറുമായിട്ട് വരുന്ന ആദ്യത്തെ ഫോണിലായിരിക്കും ഷവോമി 15 സീരീസിൽ വരുന്ന ഫോണുകൾ. പിന്നെ 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. ബേസ് വേരിയന്റിൽ 12 GB റാമും 256 GB ഇന്റേണലും വന്നേക്കാം. അതുപോലെ തന്നെ 16 GB റാമും 1 TB ഇന്റേണലുമായിട്ട് വരുന്ന വെർഷൻ വരെ വരുന്നതായിരിക്കും. അതിന്റെ ഇടയിൽ വേറെയും വെർഷൻസ് ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. പിന്നെ LPDDR5X റാമും അതുപോലെ തന്നെ UFS 4.0 സ്റ്റോറേജ് ടൈപ്പും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. മെമ്മറി കാർഡ് സ്ലോട്ട് ഈ ഫോണിൽ വരാൻ ചാൻസ് ഇല്ല. പിന്നെ ഈ ഫോണിൽ 3.5mm ഓഡിയോ ജാക്കും വരാൻ സാധ്യതയില്ല. സ്റ്റീരിയോ സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. NFC-യുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വന്നേക്കാം. പിന്നെ Android 14 ബേസായിട്ടുള്ള HyperOS സോഫ്റ്റ്വെയർ ആയിരിക്കും ഈ ഫോണിൽ വരിക. ക്യാമറയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഫോണിന്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് വന്നേക്കാം. 50 മെഗാ പിക്സലിന്റെ OmniVision OV50N സെൻസർ ആയിരിക്കും ഇതിൽ മെയിൻ ക്യാമറ സെൻസർ ആയിട്ട് വരിക. സെൻസർ സൈസ് വരിക 1/1.3 ഇഞ്ച് ആയിരിക്കും. പിന്നെ വേരിയബിൾ അപ്പർച്ചർ പോലുള്ള ഫീച്ചേഴ്സ് ഒന്നും ഇതിൽ വന്നോളണം എന്നില്ല. പിന്നെ 50 മെഗാ പിക്സലിന്റെ സാംസങ് JN1 അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഇതിൽ വരുന്നതായിരിക്കും. അതുപോലെ തന്നെ 50 മെഗാ പിക്സലിന്റെ f1.95 അപ്പേഴ്സിൽ വരുന്ന ഒരു പെരിസ്കോപ്പ് ലെൻസും ഇതിൽ വന്നേക്കാം. ഇതിൽ 3x ഒപ്റ്റിക്കൽസും ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഫ്രണ്ടിൽ 32 മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറ വന്നേക്കാം. ബാറ്ററിയുടെ കാര്യത്തിൽ 5400 mAh ബാറ്ററി ഇതിൽ വരുന്നതായിരിക്കും. അപ്പം അത്യാവശ്യം നല്ലൊരു ബാറ്ററി കപ്പാസിറ്റി ഇതിൽ വന്നേക്കാം. പിന്നെ വളരെ കൂടിയ 120 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും ഇതിൽ വരുന്നതായിരിക്കും. അതുമാത്രമല്ല അത്യാവശ്യം നല്ല 80 വാട്ടിന്റെ വയർലെസ് ചാർജിങ് സപ്പോർട്ടും ഇതിൽ വന്നേക്കാം. പിന്നെ Type-C ചാർജിംഗ് പോർട്ടുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. അപ്പം വയർലെസ് ചാർജിങ് സപ്പോർട്ട് പോലുള്ള ഫീച്ചേഴ്സ് ഒക്കെ ഇതിൽ വരുന്നതായിരിക്കും. അപ്പം നല്ലൊരു ബാറ്ററി സെറ്റപ്പ് ഈ ഫോണിൽ വന്നേക്കാം. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി ലോഞ്ച് ഡേറ്റിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒക്ടോബറിലായിരിക്കും ഈ ഫോൺ ലോഞ്ച് ചെയ്യുക എന്നാണ് ഇപ്പോഴുള്ള റിപ്പോർട്ടിൽ പറയുന്നത്. അപ്പം ഈ ഒരു ഫോൺ ലോഞ്ച് ചെയ്യാൻ ഇനിയും ടൈം ഉണ്ട്. പിന്നെ ആ ഒരു ടൈമിലൊക്കെ ആയിട്ട് തന്നെ ആയിരിക്കും ഈ ഒരു സ്നാപ്ഡ്രാഗൺ 8 Gen 4 എന്ന പ്രോസസ്സറും ലോഞ്ച് ചെയ്യുക. കറക്റ്റ് ലോഞ്ച് ഡേറ്റും കാര്യമൊന്നും ഇപ്പം പറയാൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും ലോഞ്ച് ഡേറ്റിനെ പറ്റിയിട്ടുള്ള കൂടുതൽ ന്യൂസുകളൊക്കെ വരുമ്പോൾ അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പം അതുപോലുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. ഇന്ത്യയിലും മിക്കവാറും ഈ ഫോൺ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. പിന്നെ വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ചൈനീസ് മാർക്കറ്റിൽ ഈ ഫോണിന്റെ വില 5499 യുവാൻ ആയിരിക്കുമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. അതായത് 63,100 രൂപ പ്രൈസ് റേഞ്ചിൽ. പക്ഷേ ഇന്ത്യൻ മാർക്കറ്റിൽ ആ ഒരു പ്രൈസ് റേഞ്ചിൽ വന്നോളണം എന്നില്ല. ഈവൻ ഷവോമി 14 എന്നുള്ള സ്മാർട്ട് ഫോണിന് 70,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. അപ്പോൾ പ്രോ വെർഷന്റെ വില അതിലും കുറച്ചും കൂടി കൂടാൻ ചാൻസ് ഉണ്ട്. നമുക്ക് ഒരു 80,000 85,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് ഈ ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. കൺഫർമേഷൻസ് ഒന്നുമില്ല, ജസ്റ്റ് നമ്മുടെ എക്സ്പെക്ടേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. എന്തായാലും ഷവോമിയുടെ ഷവോമി 15 Pro എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഫീച്ചേഴ്സുമായിട്ട് വരുന്ന ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.